ഇന്നലത്തെ ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. CPM-ൽ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വേണോ വേണ്ടയോ. എന്തായാലും ഇന്നലത്തെ ബാലഗോപാലിന്റെ ബജറ്റിൽ വിദേശ നിക്ഷേപം സർവകലാശാലകളിൽ ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല, അതായത് വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നതിൽ കുഴപ്പമില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് ചില എതിർപ്പുകളുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അങ്ങനെ പാർട്ടി നയത്തിൽ രണ്ട് നിലപാടുകൾ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ വിദേശ നിക്ഷേപത്തെക്കുറിച്ച്. സ്വകാര്യ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ പാർട്ടി PBക്ക് ഒരു നിലപാടുള്ളതാണ്. അതുമാത്രമല്ല, UGC ഇങ്ങനെ വിദേശ സർവകലാശാലകളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിൽ എതിർപ്പ് അറിയിച്ചിട്ടുള്ളതാണ് CPM. അത് സ്വന്തം നിലയ്ക്ക് അവർ ഫീസ് തീരുമാനിക്കും, വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കും, അധ്യാപകരെ നിയമിക്കും. അതുകൊണ്ട് വിദേശ സർവകലാശാലകൾ വേണോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാറായിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ചർച്ചകൾ വേണം, അത് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം എന്നുള്ളതായിരുന്നു CPM PBയുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ വിദേശ നിക്ഷേപം കുഴപ്പമില്ല എന്നുള്ള നിലപാട് സംസ്ഥാന ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിന്റെ വാക്കുകളിലും പ്രകടമാകുന്നത്. ആദ്യം മന്ത്രിയുടെ വാക്കുകളിലേക്ക്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിലൊന്നും മൂർത്തമായ തീരുമാനങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അത്തരം സാധ്യതകൾ ആരായും എന്നുള്ളതാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. സാധ്യതകൾ ആരായും എന്ന് മാത്രമാണ് ബജറ്റ് പ്രസംഗത്തിൽ ഉള്ളത്, വിദ്യാഭ്യാസ രംഗത്തെ വിദേശ നിക്ഷേപത്തെക്കുറിച്ച്. പക്ഷേ മന്ത്രി KN ബാലഗോപാലിന്റെ വാക്കുകൾ അങ്ങനെയല്ല. ഒരു നയം മാറ്റത്തിന്റെ സൂചനയാണോ ഇത്? ബാലഗോപാലിന്റെ വാക്കുകളിലേക്ക്. വിദേശ സർവകലാശാലകൾ കേരളത്തിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളെ കുറിച്ച് വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞു. വിദേശ സർവകലാശാലകളുടെ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കുന്നു, അതിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു പറഞ്ഞു. അല്ല, അങ്ങനെ വരുമ്പോൾ അത് ഇടത് നയവുമായി യോജിച്ചു പോകുന്നതാണ് എന്ന് താങ്കൾക്ക്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിനകത്ത് നയവുമായിട്ട് യോജിച്ചു പോകുന്നത് തന്നെയാണ്. മറ്റതൊക്കെ പരിശോധിക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി VV അരുണുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇത് ഈ പാർട്ടിയുടെ നയം എന്താണെന്ന് ചോദിച്ചാൽ എന്തായാലും ഇക്കാര്യത്തിൽ ആരും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള സമയം അല്ലല്ലോ ഇത്. കാരണം വിദേശ നിക്ഷേപമൊക്കെ ആകാം, അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നിരുന്നാലും പാർട്ടി PBയുടെ ഒരു നയമുണ്ടല്ലോ, വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ സൂക്ഷിച്ചേ ഇടപെടാവൂ. UGC ഇങ്ങനെ വിദേശ സർവകലാശാലകളെ ആകർഷിക്കുന്നത് ശരിയായ നിലപാടല്ല, അതിനെ പാർട്ടി എതിർക്കുമെന്ന്. അതിന് ഭിന്നമായിട്ടാണോ ഇപ്പോൾ ബജറ്റിൽ ഇങ്ങനെയൊരു വാക്കുകൾ ഇടം പിടിച്ചിരിക്കുന്നത്? അതുമാത്രമല്ല, ധനമന്ത്രി ഇതിനെ തള്ളിക്കളയുന്നുമില്ല, അത് നിഷേധിക്കുന്നുമില്ല, ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നുമില്ല. ഇപ്പോൾ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ പ്രതികരണം കാണാം കോഴിക്കോട് നിന്ന്. SFIയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രതീക്ഷയുള്ളതാണ്. പക്ഷെ അതിൽ തന്നെ ഈ സ്വകാര്യ സർവകലാശാലയെ ബന്ധപ്പെട്ട ഭാഗങ്ങൾ ആശങ്കയുണ്ട്. സ്വാഭാവികമായിട്ടും പുതിയ വിദ്യാഭ്യാസ നയം അടക്കം നടപ്പിലാക്കണമെന്ന നയം പ്രഖ്യാപിച്ച് അതിനൊക്കെ നിയമപരമായിട്ട് സാധുത വരുന്ന ഘട്ടത്തിൽ കേരളത്തിലും 4 വർഷ കോഴ്സ് പോലെ സ്വകാര്യ സർവകലാശാല പോലുള്ള ഒരുപാട് മാറ്റങ്ങൾ വരാൻ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് SFI മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ആശയം, ഇതിന്റെ മേൽ സർക്കാരിനൊരു നിയന്ത്രിക്കാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ ആ തരത്തിൽ നിയന്ത്രണാധികാരം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ ഓട്ടോണമിക് കോളേജൊക്കെ വന്ന സമയത്ത് ഉണ്ടായതുപോലെ സ്വതന്ത്രമായിട്ട് അത് വിദ്യാർത്ഥികളെ വിവേചനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനൊരു കണക്കും കാര്യമില്ലാതെ നിയന്ത്രിക്കാതെ അത് സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുണ്ട്. അത് ഇന്നലത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഞങ്ങളുടെ ആശങ്ക അകറ്റുന്നതാണ്. കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ അറിയിക്കും. ആ തരത്തിൽ സർക്കാരിന് കീഴ്പ്പെട്ടിട്ട് അത് മുന്നോട്ടേക്ക് പോകണമെന്നും വിദ്യാർത്ഥികൾ വിവേചനമില്ലാതെ വിദ്യാർത്ഥികളെ കുറച്ചുകൂടി ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്ക് സാമ്പത്തികമായി മറ്റൊരു വിവേചനവും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഇടങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. മറ്റ് ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് മാറ്റിവെച്ച തുകയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്.
ഇല്ല, മാറ്റമല്ല. ഞാൻ പറഞ്ഞു മാറ്റമല്ല. പുതിയ വിദ്യാഭ്യാസ നയം വന്ന തൊട്ട് ഈ സമയം വരെയും SFI സമരത്തിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് അഖിലേന്ത്യാ തലത്തിൽ പരിശോധിക്കുമ്പോൾ തമിഴ്നാട് ഡൽഹിയിൽ മാർച്ച് നടന്നു, ബംഗാളിൽ നടക്കാൻ പോവുകയാണ്, കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടങ്ങളൊക്കെയും ഉയർത്തിപ്പിടിക്കുന്ന ആശയം പുതിയ വിദ്യാഭ്യാസ നയത്തിലെ വിദ്യാർത്ഥി വിരുദ്ധത അല്ലെങ്കിൽ അതിൽ കമ്പോളവൽക്കരിക്കുന്ന മുതലാളിത്തത്തിനെതിരായിട്ടുള്ള നയങ്ങൾ പിൻവലിക്കപ്പെടണമെന്നാണ്. അതിൽ സ്വകാര്യ മേഖല അടക്കം വരും. പക്ഷെ അത് പറയുമ്പോഴും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണമെന്ന് നിർബന്ധമായിട്ടും വരുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പക്ഷ നിലപാടെടുത്ത് ഒരു ജനകീയ വിദ്യാഭ്യാസ ബദലായിട്ട് അത് മാറ്റണം എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. അതിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് സർക്കാർ ഇതുവരെയും സംസാരിച്ചത്. ഈ തരത്തിൽ സ്വകാര്യ സർവകലാശാല നിർബന്ധിതമായിട്ട് വരുമ്പോൾ അതെല്ലാ സംസ്ഥാനത്തിനകത്തും വിദ്യാർത്ഥി പക്ഷമായിട്ട് അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറണം. ഇതാണ് ഞങ്ങളുടെ ആശങ്ക. അത് പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസമാണ്. ഭാവിയിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. SFI സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകളാണ് കേട്ടത്. വിദേശ സർവകലാശാലകളുടെ വിഷയത്തിലും സ്വകാര്യ സർവകലാശാലകളുടെ വിഷയത്തിലും ഇത് SFIയുടെ നിലപാടാണ് SFI സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ഇതിൽ SFI കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ സമരം നടത്തുന്ന സമയത്ത് തന്നെയാണ് സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും വരുന്നതിൽ SFIക്ക് എതിർപ്പില്ല. പക്ഷേ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഇക്കാര്യത്തിൽ വേണമെന്ന് SFI ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇത് നയമാണോ നയമാറ്റമാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുമല്ലോ. മാത്രമല്ല SFI ഇക്കാര്യത്തിൽ വിമർശന വിധേയരാകും. കാരണം ഇതേ വിഷയത്തിൽ SFI സമരം ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ, കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുഴപ്പമില്ല എന്നാണോ SFIക്ക് എന്ന ചോദ്യം ഉയരുമല്ലോ. സ്വാഭാവികമായിട്ടും സർവത്ര ആശയക്കുഴപ്പമായി മാറുകയല്ലേ ഈ സ്വകാര്യ സർവകലാശാലകളും ഈ വിദേശ സർവകലാശാലകളും? തീർച്ചയായിട്ടും അതിൽ വലിയൊരു ആശയക്കുഴപ്പവും അവ്യക്തതയും വൈരുദ്ധ്യവും ഒക്കെ ഉണ്ടെന്ന് വ്യക്തമാണ്. കാരണം ഇന്നലെ KN ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് തുല്യതയുടെയും സുതാര്യതയും തത്വങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങൾ പരിശോധിക്കും, ആവശ്യമായ എല്ലാ അംഗീകാരവുമുള്ള ഏകജാല ക്ലിയറൻസ് തുടങ്ങിയ ചില നിബന്ധനകൾ കൂടി പറഞ്ഞെങ്കിലും ഈ വിദേശ സർവകലാശാലകളുടെ സാധ്യത പരിശോധിക്കുമെന്ന് തന്നെയാണ് വളരെ വ്യക്തമായി ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത്. ഇത് CPMന്റെ കേന്ദ്ര നയത്തിന് വിരുദ്ധമാണ്. ഇപ്പോൾ SFI അടക്കം സമരം ചെയ്യുന്ന വിഷയങ്ങൾക്കും ഘടകവിരുദ്ധമാണ് ഈ ഒരു സമീപനം എന്നത് വളരെ വ്യക്തമാണ്, വളരെ പ്രസക്തവുമാണ്. 2023 ജാനുവരി 7-നാണ് CPMന്റെ പൊളിറ്റ് ബ്യൂറോ ഒരു വാർത്താക്കുറിപ്പ്, ഒരു കമ്മ്യൂണിക്കെ ഇറക്കി. അതിൽ വളരെ വ്യക്തമായി തന്നെ പൊളിറ്റ് ബ്യൂറോ CPMന്റെ ഈ UGC നിർദ്ദേശപ്രകാരമുള്ള ഇത്തരം വിദേശ സർവകലാശാല ക്യാമ്പസുകൾ, ഓഫ് ക്യാമ്പസുകൾ രാജ്യത്താകെ സ്ഥാപിക്കാനുള്ള UGC നിർദ്ദേശം സ്ഥാപിക്കാനും അവയ്ക്ക് ഓട്ടോണമി സ്വയംഭരണാധികാരം നൽകാനുമുള്ള നിർദ്ദേശത്തെ എതിർത്തുകൊണ്ടുള്ള കമ്മ്യൂണിക്ക CPMന്റെ പൊളിറ്റ് ബ്യൂറോ 2023 ജനുവരി 7 പുറത്തിറക്കിയിരുന്നു. അത് ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ നിലപാട്. ഇപ്പോൾ CPM നേതൃത്വം KN ബാലഗോപാൽ അടക്കമുള്ളവർ ഇത് അത്തരത്തിൽ വിദേശ സർവകലാശാലകൾ സ്ഥാപിക്കാനല്ല, അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാതെ പറയുമ്പോൾ തന്നെ കൃത്യമായ ഒരു നയവ്യതിയാനമായി ഇതിനെ കാണേണ്ടതുണ്ട്. നമുക്കറിയാം സ്വകാര്യ മൂലധന നിക്ഷേപത്തിൽ പോലും വലിയ മാറ്റം CPMന്റെ നയത്തിൽ ഉണ്ടായിട്ടുണ്ട്. CPM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച രേഖയും ഒക്കെ വികസന നയരേഖയും ഒക്കെ അത് വ്യക്തമാക്കുന്നെങ്കിലും പൊളിറ്റ് ബ്യൂറോ എതിർത്ത ഒരു വിഷയത്തിൽ കുറച്ചുകൂടി ഒരു പടി കൂടി കടന്നുകൊണ്ട് ഉടൻ സർവകലാശാല അല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള വിദേശ സർവകലാശാലകൾക്ക് കൂടി കടന്നു വരാൻ വാതിലുകൾ തുറന്നിടുകയാണ് ഈ ബജറ്റ് നിർദ്ദേശം. അതിൽ ശരിയാണ് അരുൺ, ആശയക്കുഴപ്പമുണ്ട്. സ്വാഭാവികമായിട്ടും അരുൺ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം PBയുടെ നിലപാടിന് വിരുദ്ധമായി തന്നെയാണ് ഇത്തരമൊരു ബജറ്റ് നിർദ്ദേശം വന്നിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലും വിദേശ സർവകലാശാലകളുടെ കാര്യത്തിലും CPM PBക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്. അത് മാത്രമല്ല സംസ്ഥാന സമ്മേളനത്തിലെ നയരേഖയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഈ വിദേശ സർവകലാശാലകളുടെ വരവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നയരേഖ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും പ്രധാനമാണ്. അത് മാത്രമല്ല SFIയും ഇക്കാര്യത്തിൽ ശക്തമായ സമരരംഗത്തുള്ളപ്പോഴാണ് SFIയെ പോലും ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരമൊരു ബജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതിൽ മന്ത്രി R ബിന്ദുവിന്റെ വാക്കുകൾ മന്ത്രി KN ബാലഗോപാലിന്റെ വാക്കുകളിൽ നിന്ന് വിഭിന്നവുമാണ്.